Okay, anyway, we were discussing about astronauts. Someone has gone. കുറച്ചു പേര് പോയല്ലോ. ഓക്കെ, ആസ്ട്രോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആസ്ട്രോണറ്റ്സ് മീൻ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രകൾ. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ മേളിൽ ഒരു കോട്ട പോലെ, ഒരു സ്കൈ പോലെ നമുക്ക് സ്കൈ എന്ന് നമ്മൾ പറയും. നമ്മുടെ സ്കൈ നമുക്ക് ഫീൽ ലൈക്ക് എ ഫോർട്ട് ദർ, ഒരു കോട്ട പോലെ എന്തോ പറഞ്ഞു. ആക്ച്വലി ഇസ് ദർ എനിത്തിങ് ലൈക്ക് ദാറ്റ് വേ? No, when Miss was small like you, when I was studying in 4th standard, 5th standard and all, I too used to think that there is some wall like that way, like a roof, something is there on high. ഞാനും നിങ്ങളെ പോലെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ വിചാരിച്ചുകൊണ്ട് മേലോട്ട് നോക്കുമ്പോൾ അവിടെ വെള്ള എന്തോ റൂഫ്, നമ്മുടെ വീടിന്റെ ഒക്കെ റൂഫില്ലേ, മേൽക്കൂര, അതുപോലെ എന്തോ ഒരു സംഭവമാണ് ഈ ആകാശം എന്നൊക്കെയായിരുന്നു മിസ്സും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ as I grew up, when I studied in 7th, 8th, 9th and all, I could understand that there is no wall or roof like that way. Dust particles and clouds, all these make us as if a roof or fort like something. അപ്പൊ പിന്നെ നമുക്ക് വലിയ ക്ലാസ്സിലേക്ക് എത്തിയപ്പോ മിസ്സിനൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റി മേളിൽ അങ്ങനെ ഒരു സ്കൈല. മിസ് സംടൈംസ് when I was small, I used to think when there was a thunder and all, lightning, thundering and all, I used to think that if more thundering comes, may it fall down or not, because I was thinking that it is a roof, isn't it? So I used to think if when there is a heavy thundering and all, whether it may fall down or not, like that way, break and fall down. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ചെറുപ്പത്തില്. മിസ് നിങ്ങളെ പോലെ കുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത് വലിയ ഇടിയൊക്കെ വെട്ടുമ്പോ ഈ ആകാശമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീഴില്ലേ എന്നൊക്കെ. പക്ഷെ പിന്നെ വലുതായപ്പോൾ മിസ്സിന് മനസ്സിലായി അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, ഒരു ഭിത്തി കെട്ടിയേക്കുന്ന പോലെ ഒന്നും ഇല്ല. പകരം നമ്മൾ ഈ കാണുന്നെല്ലാം ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്മോക്ക്, ക്ലൗഡ്സ്, ഇതൊക്കെയാണ്. പിന്നെ ഇത് ഹൈ, നമുക്കറിയാം മിസ്സിനൊന്നും അന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി വി ഹാവ് എ ലിമിറ്റഡ് വിഷൻ കപ്പാസിറ്റി ഓർ പവർ. നമുക്കൊരു വസ്തുവിനെ കാണാൻ പറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു ദൂരം കാഴ്ച കാണാൻ പറ്റുന്നതിനോ ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. If you are sitting outside your house, just look outside. Means if you are sitting in front of your house, എന്ന് വെച്ചാൽ പുറത്താണ്, റൂമിനുള്ളിലല്ല പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലുക്ക് ഔട്ട്സൈഡ്, പുറത്തേക്കൊന്ന് നോക്കിക്കേ. എല്ലാവരും റൂമിന്റെ വെളിയിലാണ് ഇരിക്കുന്നത്. ലക്ഷ്മിപ്രിയ, അത് അകത്താണോ മോളെ? Okay, can you see outside from there if the door is opened? Grace and all, റൂമിന്റെ ഉള്ളിൽ ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ. പുറത്തെ കാഴ്ച കാണാൻ പറ്റുമോ? ഡോറോ ജനലോ തുറന്നിട്ടാൽ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റും. ഓക്കെ, അപ്പം പുറത്തോട്ട് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു പരിധി വരെയുണ്ട്. മിസ് ഇവിടെ നോക്കുമ്പോൾ നമ്മളുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പഴയ ബിൽഡിംഗ് ഇല്ലേ, നമ്മള് കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരുന്നേ, ഓർക്കുന്നില്ലേ? ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തോട്ട് പിന്നെ അധികം ഒന്നും കാണുന്നില്ല, റബ്ബർ തോട്ടാണ്, അതുകൊണ്ട് തന്നെ മറഞ്ഞു. ഇനി അല്ലാതെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് മരങ്ങൾക്ക് അപ്പുറത്ത് ഒരു മല പോലെ തോന്നുന്നുണ്ടോ? ആ മലക്കപ്പുറത്തും പിന്നെ ഒന്നും കാണുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ മൈറ്റ് ഹാവ് ഗോൺ ടു you might have gone to a seashore പോയിട്ടില്ല നിങ്ങളൊക്കെ? കടൽ തീരത്ത്. യെസ്, ഈ കടൽ തീരത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ അങ്ങറ്റം കാണും അല്ലേ? കടലിന്റെ അങ്ങാറ്റം എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇങ്ങാറ്റത്ത് നിന്നിട്ട് അങ്ങാറ്റം കണ്ടിട്ടുള്ള എത്ര പേരുണ്ടോ? ഒന്ന് റേസ് ദ ഹാൻഡ്. മുഹമ്മദ് ഒക്കെ ഫസ്റ്റ് റേസ് ചെയ്യേണ്ട ആളാണ്. ഇന്ന് എവിടെ പോയി? വീട്ടിൽ പോയാ? മുഹമ്മദ് ഒക്കെ ഇവിടെ ഉണ്ടാ? വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് അനീതി കുഞ്ഞിന്റെ കൂടെ കളിക്കുവാണോ? പിന്നെ ഓക്കെ, ഹാവ് യു ഗോൺ ടു എ സീഷോർ? Yes. Yes. You may be standing on a bank of the on a seashore, and could you see the other end of the sea?
Muhammad, could you see the other end of the sea? ഇല്ല മിസ്. ഇല്ല, കണ്ടില്ലേ? നടക്കൂടെ ഒക്കെ കപ്പല് പോകുന്നത് കണ്ടിട്ടുണ്ട്. കപ്പലും ബോട്ടും ഒക്കെ പോകുന്നുണ്ട്. കപ്പലും ബോട്ടും പോകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ അറ്റം കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിനി. ആ, എനിക്ക് കൂട്ടുന്ന ഒരാളൂടെ ഉണ്ട്. സൈലന്റ് ആയിട്ടിരിക്കുന്നേ. അതിലൊന്നും സീഷോറിൽ പോയിട്ടില്ല അതിലെ. Yes. Then why can't you reply? Have you seen the other end of the sea, Adul? Yeah. No. What about you, Sai Krishna? Yes. Have you seen the other end of the sea? Yes. Grace? Yes. Have you seen the other end of the sea? മറ്റാണ്ടും കണ്ടിട്ടുണ്ടോ? നമ്മള് കടലിന്റെ ഓരോ അറ്റത്ത് നിന്നിട്ടല്ലേ നമ്മൾ വെള്ളം കാണുന്നത്. ആ വെള്ളം അങ്ങ് പോയി ലാസ്റ്റ് ആ വെള്ളം തീരുന്ന ഭാഗം കണ്ടിട്ടുണ്ടോന്ന്? മറുകര, കടലിന്റെ മറ്റേ കര. ജയ്സ് കണ്ടിട്ടില്ല, ജോസിക്ക് കൂട്ട്. ഓക്കെ, ലക്ഷ്മി. ഞാൻ പോയിട്ടില്ല. എന്താ മോളെ? ഞാൻ പോയിട്ടില്ല. ആ, കടല് കണ്ടിട്ടില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇനി ആരാ? ഷഹന ഷെറിൻ. കടല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഷഹനക്കുട്ടി? ഇല്ല മിസ്. കടല് കണ്ടിട്ടില്ല. ഏവലെ ദൈവമേ, മോർണിംഗ് ക്ലാസ്സിൽ വന്നില്ല. രണ്ടാമത്തെ ക്ലാസ്സിൽ ഇപ്പം കയറി വന്നിട്ടിരുന്ന് ഉറങ്ങുവാണ് ഇവന്. Abel, have you seen the sea? Have you gone to a seashore? Yes, ma'am. Yes. Have you seen the other end of the sea? No, ma'am. No, ma'am. അപ്പൊ ഇവിടെ കുറച്ച് പേര് നോയും കുറച്ച് പേര് യേസുവാണ്. ശരി, നമ്മള് കടൽ തീരത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടലിന്റെ മറ്റേ അറ്റം കാണുന്നു. പക്ഷെ ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ അതർ എൻഡ്. അതൊന്നും അല്ല ബാക്കി അതിന്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ട് നമുക്ക് തോന്നും സ്കൈ ഹാസ് ബീൻ ജിയോൺ, സ്കൈ ഹാസ് ബീൻ എൻഡഡ് ഓർ ടച്ച്ഡ് വിത്ത് ദ വാട്ടർ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ആ കാണുന്ന പോയിന്റ് ഒന്നും അല്ല ആക്ച്വലി ദ എൻഡ് ഓഫ് ദി സീ. Because we feel like that way. നമുക്ക് അത്രേ കാണാൻ പറ്റുള്ളൂ. Because our eyes has a limitation of a vision. കണ്ണിന്റെ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കാണുന്ന ആക്ച്വലി കടലിന്റെ അറ്റം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും കടലിന്റെ അറ്റം ഒന്നും അല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഗ്രേസും ജോസിയും ഒക്കെ പോലെ ഇവരൊക്കെ പറഞ്ഞ പോലെ കടലിന്റെ മറ്റേ അറ്റം ശരിക്കും നമ്മൾ കാണുന്നത് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള അതർ എൻഡ് അല്ല. ഇൻസ്റ്റഡ് we feel like the other end because our eyes has a limitation of sight, vision. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ മേളിലേക്ക് നോക്കിയാലും നമുക്ക് തോന്നും അത് സ്കൈ ആണ്, അത് ആകാശമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. പക്ഷേ we know that at night we could see stars, isn't it? Only during the day we can see one star. Which star can we see during the day? Sun. Sun is a star which gives us light and heat. Sun is a star which gives light and heat. Why we can see only sun? Sun is a star and we can see many other stars at night. Why can't we see other stars during the day? പകൽ എന്തുകൊണ്ട് ഈ സ്റ്റാറിനെ കാണാൻ പറ്റുന്നില്ല, ഈ സണ്ണിനെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നേ? ബിക്കോസ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാ? നോ, സൺ ഈസ് ദ നിയർ മോസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. ഓക്കെ, അതർ സ്റ്റാർസ് ആർ വെരി 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 ഫാർ ഫ്രം അസ്. ഓക്കെ, സൺ ഈസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. നമ്മുടെ ഭൂമിയിലേക്കുള്ള ഏറ്റവും അടുത്ത സ്റ്റാർ ആണ് സണ്ണ്. അതുകൊണ്ട് സണ്ണിന്റെ കൂടുതൽ വെളിച്ചം കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നിങ്ങളുടെ വീട്ടിൽ ഒരു ബൾബ് കത്തിച്ചു രാത്രിയില്, വെട്ടൊന്നുമില്ല, ഇരുട്ടായില്ലേ, അപ്പൊ ഒരു ബൾബ് കത്തിച്ചു. ജസ്റ്റ് അപ്പുറത്തെ വീട്ടിലും ഒരു ബൾബ് കത്തിച്ചു. നിങ്ങൾക്ക് ഏത് വീട്ടിലെ വെളിച്ചം കിട്ടും? ഞങ്ങളുടെ വീട്ടിൽ കത്തിച്ച വെട്ടത്തിന്റെ ലൈറ്റ് കിട്ടും. നമ്മുടെ വീട്ടിൽ കത്തിച്ച ബൾബിന്റെ വെളിച്ചമല്ലേ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. കാരണം that bulb is near to us and the another bulb is far to us, isn't it? Okay, അത് ദൂരെയാണ്, അതുകൊണ്ട് നമുക്ക് ആ വെളിച്ചം നമ്മുടെ വീട്ടിൽ കിട്ടത്തില്ല. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ വെളിച്ചം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, അവിടെ വെളിച്ചം വരുന്നുണ്ടെന്ന്, പക്ഷെ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊന്നും വെളിച്ചം കിട്ടത്തില്ല അല്ലേ? ഓക്കെ, സോ ലൈക്ക് ദിസ് വേ sun is very close to us. sun is very close അല്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും അടുത്തിട്ടുള്ള ആളാരാണ്? സൺ ആണ്. ബാക്കി സ്റ്റാർസ് ഒക്കെ കുറെ ഫാർ ആണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ വെളിച്ചം പകല് കിട്ടത്തില്ല, കാരണം ലൈറ്റ് ഒരുപാട് തെളിഞ്ഞു നിൽക്കുകയാണ്. സണ്ണിന്റെ ലൈറ്റ് ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് പകൽ സമയത്ത്. അപ്പൊ നമുക്ക് ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അറ്റ് നൈറ്റ്, രാത്രിയില് നമുക്ക് കറണ്ട് ഇല്ല, അപ്പം അല്ല സോറി നമുക്ക് വെളിച്ചമില്ല. അപ്പൊ നമ്മുടെ വീട്ടിലും അയൽപക്കത്തെ വീട്ടിലും അപ്പുറത്തെ 2-3 വീടിന് അപ്പുറത്തുള്ള വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ വെളിച്ചം ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് യു ഹാവ് ട്രാവൽഡ് അറ്റ് നൈറ്റ് യു കുഡ് സീ. ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു ഇരുട്ടായതിനു ശേഷം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ അവിടെ വീടുണ്ടെന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഹില്ലി ഏരിയയിലൊക്കെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വെരി നൈസ് ഇറ്റ് ഈസ്. അവിടെ ഇവിടെ മുഴുവനും ബൾബുകൾ തെളിഞ്ഞ്, വീടുകളിൽ കൂടി എല്ലാം ബൾബ് തെളിഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഇതാണ്. ആ സ്ഥലത്തുള്ള വീടുകള് ഡേ ടൈമിൽ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നൈറ്റ് അവിടെ ബൾബിട്ട് കഴിയുമ്പോൾ ഓ അവിടെ ഒരു വീടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഇനി ഞാൻ പറയുന്നതല്ല, രാത്രിയിൽ അവിടെ ബൾബിട്ടിരുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റ് നമ്മൾ അതിലെ കടന്നു പോയപ്പോൾ അവിടുത്തെ അപ്പുറത്തെ മലയിലൊക്കെ അവിടെയുള്ള വീടുകളിലൊക്കെ വെളിച്ചം തെളിഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഡ്യൂറിങ് ദ ഡേ ഇഫ് ദ ഹൗസ് സ്വിച്ച് ഓൺ ദ ലൈറ്റ് ആൻഡ് ഇഫ് യു ആർ ട്രാവലിംഗ് ത്രൂ ദ സെയിം വേ, can we identify that whether there is a house or there is a bulb? No. During the day നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ മുറ്റത്തൊക്കെ ഇട്ടിരിക്കുന്ന ബൾബുകൾ കണ്ടിട്ടുണ്ട് രാത്രിയിലൊക്കെ. ചിലവ് നമ്മള് വീടിന്റെ ഔട്ട്സൈഡില് we will switch on the light, we will keep the light whole night. ചില വീടുകളിലൊക്കെ രാത്രി മുഴുവൻ പുറത്ത് ലൈറ്റ് ഇട്ടിരിക്കും. And morning sometimes we will forget to switch off that light, but sometimes we will not notice at all whether the light is on. രാവിലെ നമ്മൾ ആ ലൈറ്റ് ഓൺ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയില്ല, ശ്രദ്ധിക്കപ്പെടുകയില്ല. കാരണം പകൽ നമുക്ക് സൂര്യന്റെ വെളിച്ചം ഉള്ളതുകൊണ്ട് ഈ വെളിച്ചം നമുക്ക് ആവശ്യമില്ല, അധികമായിട്ട് തോന്നുകയില്ല. പക്ഷെ രാത്രിയിലാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് തോന്നും അല്ലെ? ഓക്കെ, അപ്പൊ അതുപോലെ സ്റ്റാർസ് എല്ലാം വളരെ വളരെ ദൂരെ ആയതുകൊണ്ട് പകല് നമുക്ക് സൂര്യന്റെ വെളിച്ചം ഉള്ളതുകൊണ്ടും we cannot see the other stars, but at night we will not get the sunlight. So at that time we can see the other stars, just small one only അല്ലേ? ബട്ട് ആക്ച്വലി സണ്ണിനെ പോലെ അല്ലെ സണ്ണിനെക്കാളും വലുതൊക്കെയാണ് പല സ്റ്റാറുകളും. പക്ഷെ ഇറ്റ് ഈസ് സിൻസ് ദേ ആർ ടു ഫാർ ഫ്രം അസ്, എന്ത് സംഭവിക്കുന്നു? നമുക്ക് കാണാൻ പറ്റാതെ വരുന്നത് പകൽ സമയത്ത്. ഓക്കെ, ഇനി എന്തായാലും നമ്മള് ഈ ലെസൺ നമ്മുടെ സമയം കഴിയാണ്. നമ്മള് ലെസൺ എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. കുറെ ആസ്ട്രോണറ്റ്സ് ഹാവ് ബീൻ ഗോൺ ടു ദ സ്പേസ്. നമ്മുടെ ശൂന്യാകാശത്തേക്ക്, സ്പേസിലേക്ക് കുറെ ആസ്ട്രോണറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. പലപ്പോഴും പഴയ കാലത്തൊക്കെ ഇത് എങ്ങനെ പോകും? we know that there is no air, only on earth air is there, isn't it? So we cannot live without air. If they have to go to the space, they have to carry even the air too. എയർ പോലും കൊണ്ടുപോകണം. അവിടെ ചെന്നാൽ എങ്ങനെയാകും? അവിടെ എന്താണ് കാലാവസ്ഥ? അവിടെ ചെന്നാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഫുഡ് വല്ലതും കിട്ടുമോ? ഒന്നും അറിയത്തില്ലാതെയാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു സയന്റിസ്റ്റ് ഒക്കെ പോയി അല്ലെ ആസ്ട്രോണറ്റ്സ് ഒക്കെ പോയി നമുക്കറിയാം. അന്നത്തെ കാലത്തൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈം പോയ ആൾക്കാരാണ് ഈ പറയുന്ന നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ ആൻഡ് മൈക്കൽ കൊലിൻസ്. They went to the moon. അവരും ചന്ദ്രനിൽ പോയി. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കാണിക്കാം, കാരണം ഇപ്പൊ നമുക്ക് ഇനി സമയമില്ല അതിന് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് the universe is very very vast. What is the meaning of vast? VAST, vast means very big. This world is very big. Not only world, the whole universe, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്റ്റാർസ്, പ്ലാനറ്റ്സ് എല്ലാം അതിനകത്ത് പെടും കേട്ടോ.
ഇതെല്ലാം വളരെ 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 വാസ്റ്റ് ആണ്. നമ്മളിപ്പോ എന്ത് നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ലോകം, തവള വിചാരിക്കും ഇത്രേ ലോകം ഉള്ളൂ ആകെ, എത്രയും ഈ കിണറിന്റെ അത്രയും. പക്ഷെ ആക്ച്വലി അത്ര ലോകമുള്ളോ? ഇല്ല. കാരണം ഈ ഫ്രോഗിന് ഈ കിണറ്റിൽ നിന്നും കയറി വരാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും വട്ടം മാത്രമാണ് ലോകം എന്ന് വിചാരിച്ചാണ് കിണറ്റിൽ കിടക്കുന്ന തവള ജീവിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഇത്രയും ഭാഗം കാണും, നമ്മളും വിചാരിക്കും അത്രേ ഈ ലോകം ഉള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, വെരി 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 വാസ്റ്റ് region ആണ്. The solar system forms a very small part of the universe. Our Earth is one of the 8 planets of the solar system. Okay. Say, what is the meaning of planets? Planet എന്ന് പറഞ്ഞാൽ എന്താണ്? PLANETS. Planets എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹങ്ങൾ. How many planets are there? 8. 8. Can you name the 8 planets? Yes. Yes. Name. Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. Yes. Very good. And in which planet are we living? Earth. Earth. And what is the special feature of Earth? Earth has balloon. Air, water, and Earth is having air, water, and life. In no other planet there is a life, water, air, because there is no air. If there is air only, there will be water and there will be life also. In no other planet there will be life. Only on Earth. നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമേ ലൈഫ് ഉള്ളൂ. ലൈഫ് ഈസ് പോസിബിൾ ബിക്കോസ് in other planets there are no air. എയർ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് ഓക്കെ, നമ്മുടെ ടൈം കട്ടാകുന്നു. ക്ലാസ് ഇപ്പൊ കട്ടാകും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ ദെൻ. Bye bye, Miss.